തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂട് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 98,451 സ്ഥാനാർത്ഥികളാണ് നിലവിൽ മത്സര രംഗത്തുള്ളത്. എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രം നാളെ പത്രികകൾ പിൻവലിക്കുവാനുള്ള സമയം അവസാനിപ്പിക്കുമ്പോഴായിരിക്കും ലഭിക്കുക. മാനസ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. മാനസ, ഗുഡ് മോർണിംഗ്. ഞായറാഴ്ചയാണ്, എങ്കിലും തിരഞ്ഞെടുപ്പ് രംഗത്തിന് യാതൊരു തരത്തിലുള്ള ഒരു വിശ്രമവുമില്ല. എല്ലാവരും വളരെ സജീവമായി രാവിലെ തന്നെ പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു സൂക്ഷ്മ പരിശോധന അവസാനിച്ചത്. അങ്ങനെ അടുത്തൊരു ഘട്ടത്തിലേക്ക്, ഏതാണ്ട് തിരഞ്ഞെടുപ്പ് ചിത്രം പൂർത്തിയാകുന്നു എന്നൊരു ദൃശ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന തിരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ. സിന്ധുരി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും സിന്ധുരി പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾക്ക് ഞായറാഴ്ചയെന്നോ മഴയെന്നോ വെയിലെന്നോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ആവേശപൂർണമായ പ്രചാരണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള മഴയൊക്കെയും ഉണ്ടായിരുന്നു. മഴയെപ്പോലും കാര്യമാക്കാതെ അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് അവരവരുടെ പ്രചാരണം കെങ്കേമമാക്കുന്നു അല്ലെങ്കിൽ പൊടിക്കുന്നു എന്നുള്ളത് ആണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ടം തന്നെ വളരെ ആവേശത്തോടുള്ള പ്രചരണം തന്നെയായിരുന്നു. മൂന്ന് മുന്നണികളാണെങ്കിലും വാശിയേറിയ മത്സരം തന്നെയാണ് ഈ പ്രചാരണ രംഗത്തും കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ്. ഒന്നുകൂടി എടുത്തു പറയുകയാണെങ്കിൽ LDFന്റെ മേൽക്കോയ്മ അത് എല്ലായിടങ്ങളിലും തെളിയിക്കുന്നു അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രചാരണം തന്നെയാണ് നടക്കുന്നത്. രാവിലെ 7 മണി മുതലൊക്കെയും തന്നെയാണ് LDFന്റെ കാൻഡിഡേറ്റ്സ് ഒക്കെയും തന്നെ പ്രചാരണ രംഗത്ത് ഇറങ്ങുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ വീടുകളിലും കയറി ഈ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെയും തന്നെ ഊന്നിയുള്ള വോട്ടഭ്യർത്ഥന തന്നെയാണ്. കാരണം ഈ 10 വർഷക്കാലം എങ്ങനെയാണ് LDF സർക്കാർ ജനങ്ങൾക്കായി വേണ്ടി പ്രവർത്തിച്ചത്, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ LDFന്റെ തുടർച്ച എന്ന് തന്നെയാണ് LDF വോട്ടഭ്യർത്ഥനയിലൂടെ തന്നെ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. തുടർച്ചയിലൂടെ ജനങ്ങൾക്ക് വീണ്ടും ആശ്വാസവും ക്ഷേമവും നൽകുന്ന കാര്യങ്ങൾ തുടരും എന്ന് തന്നെയാണ് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്കും LDF ഈ സ്ഥാനാർത്ഥികളോട് ഒരു പ്രത്യേക പരിഗണനയുള്ളതുപോലെ തന്നെ അത്തരം രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെയും തന്നെയാണ് അല്ലെങ്കിൽ പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് ആ സ്ഥാനാർത്ഥികൾ തന്നെ പറയുമ്പോൾ നമുക്ക് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ആവേശത്തോടെ മുൻപന്തിയിൽ LDF നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോസസ്സുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു സൂക്ഷ്മ പരിശോധന, അതിനു മുന്നത്തെ ദിവസമായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇനി നാളെയാണ് ഇതിലെ അന്തിമ തീരുമാനം, അതായത് പത്രിക പിൻവലിക്കാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് നാളെ വൈകുന്നേരം വരെയാണ്. പക്ഷേ നാളെ വൈകുന്നേരത്തോടെ മത്സര രംഗത്ത് എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നതിലെ വ്യക്തമായ കണക്ക് വരാനിരിക്കുന്നതേയുള്ളൂ. അതോടുകൂടി മത്സരം രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നുകൂടി വാശിയേറാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. നിലവിൽ ഏതായാലും ഈ നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ 1,40,995 നാമനിർദ്ദേശ പത്രികകളായിരുന്നു ലഭിച്ചിരുന്നത് അല്ലെങ്കിൽ നൽകിയിരുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം സൂക്ഷ്മ പരിശോധന നടത്തിയതിന് പിന്നാലെ 2,261 പത്രികകൾ തള്ളി. അതോടൊപ്പം തന്നെ നിലവിൽ ബാക്കിയുള്ളത് 98,451 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉള്ളത്. ഇതിൽ ഇനി ആരെങ്കിലും പിൻവലിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നാളെ വൈകുന്നേരം വരെ സമയമുണ്ട്. ഒരുപക്ഷെ ആ പിൻവലിച്ച പത്രികയുടെ കണക്കെടുത്തതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ മത്സര രംഗത്ത് ആരൊക്കെ ഉണ്ട് എന്നതിൻ്റെ പൂർണ്ണ ചിത്രം വ്യക്തമാകാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ഇനിയുള്ള പ്രവർത്തനം അല്ലെങ്കിൽ നടപടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിമത സ്ഥാനാർത്ഥികളുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും ഒരു പെരുമഴ തന്നെയാണ് കോൺഗ്രസിനകത്തുള്ളത് എന്നത് ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ നമ്മൾ കണ്ടതാണ്. പലയിടങ്ങളിലായി വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. കോൺഗ്രസിനകത്ത് തന്നെ അത് അവമതിപ്പുണ്ടാക്കുന്നു, പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വോട്ട് നേടാനുള്ള കഠിന ശ്രമത്തിൽ തന്നെയാണ് UDF എന്നുള്ളത് നമുക്ക് അറിയാം. അതിനായി അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ വിമത സ്ഥാനാർത്ഥികൾ ഉള്ള ഇടങ്ങളിലൊക്കെയും തന്നെ അവരുടെ പട്ടിക പിൻവലിപ്പിക്കാനുള്ള എല്ലാവിധ നീക്കവും
ഈ സ്ഥാനാർത്ഥികളുടെയോ നേതൃത്വത്തിൻ്റെയോ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ BJP-യുടെ NDA മുന്നണിയിൽ നോക്കുകയാണെങ്കിൽ വിമത സ്ഥാനാർത്ഥികളൊക്കെയും തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവരിൽ ചിലർ, നമുക്കറിയാം തിരുവനന്തപുരത്ത് വിമത സ്ഥാനാർത്ഥിയായിരുന്ന തൃക്കണ്ണപുരത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായത്. മറ്റിടങ്ങളിലും അത്തരത്തിൽ വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവരെയും പിൻവലിപ്പിക്കാനുള്ള ഒരു നീക്കവും ഈ NDA മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. അതോടുകൂടി നാളെ അവസാന തീയതി നാളെയാകുമ്പോൾ ഇനിയിപ്പോൾ വിമത സ്ഥാനാർത്ഥികൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു അനുനയ നീക്കത്തിൽ വീഴുകയാണെങ്കിൽ ഈ പത്രിക സമർപ്പിച്ച അല്ലെങ്കിൽ മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടായേക്കാം. അതിൻ്റെ ഒരു പൂർണ്ണ പട്ടിക നാളെ മാത്രമാണ് അറിയാൻ സാധിക്കുക. അതും നാളെ വൈകുന്നേരത്തിന് ശേഷം മാത്രമായിരിക്കും അറിയുക. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട പ്രചരണം പറഞ്ഞപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ കാലാവസ്ഥ പ്രതികൂലമാണ് എന്നുള്ളത്. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലും ഒരുപാട് പേരെ ഒന്നുകൂടി കണ്ട് വോട്ടുറപ്പിക്കുക, അതായത് കടകമ്പോളങ്ങളിലായാലും അല്ലെങ്കിൽ വീടുകളിലായാലും പുറത്ത് എവിടെ വെച്ച് ആളുകളെ ഈ സ്ഥാനാർത്ഥികൾ കാണുമ്പോഴും തനിക്കുള്ള വോട്ട് അത് ഉറപ്പിച്ച് മടങ്ങുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വാശിയേറിയ ഒരു പോരാട്ടം തന്നെയായിരിക്കും. ഡിസംബർ 9-നാണ് ഈ 7 ജില്ലകളിൽ, അതായത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 9-നും ബാക്കിയുള്ള 7 ജില്ലകളിൽ ഡിസംബർ 11-നുമാണ് തെരഞ്ഞെടുപ്പ്. ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് ഒന്നുകൂടി രണ്ടാം ഘട്ട പ്രചരണമാണ്, ഈ മൂന്നാം ഘട്ട പ്രചരണം ഉണ്ടാകും. അവസാന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നുകൂടി ആവേശത്തോടെ, ആവേശം ഒട്ടും ചോരാതെ, കാരണം സ്ഥാനാർത്ഥികളാണ്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടവരാണ്, ജനപ്രതിനിധികളായി എത്തേണ്ടതാണ്. അവർ ഒട്ടും ആവേശം ചോരാതെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പടി കൂടി ഊർജ്ജസ്വലരായി എല്ലാ സ്ഥാനാർത്ഥികളും മത്സര രംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. സിന്ധൂരി.